Hi, ഞാൻ salu. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നാടൻ റോസിന്റെ ഒരു നടിയിൽ രീതിയാണ്. സാധാരണ നമ്മൾ നാടൻ റോസ് വീട്ടിൽ വളർത്താറുണ്ട്. അപ്പം അതിന്റെ കമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ യെല്ലോ കളറിലൊന്നും നാടൻ റോസ് നമ്മൾ അധികം കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജിജി മാഡമാണ്. ജിജി മാഡത്തിന്റെ വീട്ടിൽ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള റോസിൽ നിന്ന് ഒരുപാട് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുത്തത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. കമ്പ് വെച്ച് കുത്തിപ്പിടിപ്പിച്ച നാടൻ ഓൺ റൂട്ടഡ് പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം യെല്ലോ നാടൻ റോസുകളാണ്. ഇതിന് ഫ്ലവറിന് വലിയ വലിപ്പമുള്ളതല്ല, ചെറിയ ബട്ടൺ റോസിൻ്റെയൊക്കെ കണക്ക് ചെറിയ ഫ്ലവറാണ്. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. നിറച്ച് ഫ്ലവർ ഉണ്ടാവുന്ന തരത്തിലുള്ള റോസാണിത്. ഇത് നാടൻ വയലറ്റ് റോസ് ആണ്. ഇത് യെല്ലോ റോസിൻ്റെ കണക്കല്ല. ഇതിൻ്റെ ഫ്ലവർ ഇത്തിരി നല്ല വലിപ്പമുള്ള ഫ്ലവറാണ്. ഇതിൻ്റെ കമ്പ് മണലിലൊക്കെ ഒന്ന് കുത്തി വെച്ചാൽ മതി, നമുക്ക് ശരിക്ക് തൈകളാക്കി എടുക്കാം. അതേസമയം നമ്മുടെ ബഡ് റോസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കമ്പ് വെച്ചാൽ അത് പിടിക്കത്തില്ല, എത്ര വെച്ചാലും പിടിക്കത്തില്ല. ഈ നാടൻ റോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് ചെറിയ പോട്ട് മിക്സ് മണലും മണ്ണും ഒക്കെ ചേർത്ത് ഒന്ന് നട്ട് വെച്ചാൽ മതി, നമുക്ക് ഇഷ്ടം പോലെ പ്ലാന്റ് ആക്കി എടുക്കുകയും ചെയ്യാം. ഈ കാണുന്നത് വൈറ്റ് നിറത്തിലുള്ള കമ്മൽ റോസാണ്. ഇതിൻ്റെ ഇലയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ഇലകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറും ചെറിയ ഫ്ലവറാണ്, വലിപ്പം വരുത്തില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് ഫ്ലവർ ഉണ്ടാകും. ഇല പോലും കാണാത്ത തരത്തിൽ നിറയെ ഫ്ലവർ ഉണ്ടാകുന്ന റോസാണിത്. നമ്മൾ റോസ് പോട്ട് ചെയ്യുന്നതിന് എടുത്തിരിക്കുന്നത് കുറച്ച് മണ്ണ്, കൊക്കോ പീറ്റ്, ചാണകപ്പൊടി, പിന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് കുറച്ച് കടലപ്പിണ്ണാക്കിൻ്റെ പൊടിയാണ്. കടലപ്പിണ്ണാക്ക് അങ്ങനെ ഇടല്, അതുപോലെ തന്നെ ഇടല്. ഇത് നല്ലതായിട്ട് പൊടിച്ചിട്ട്, നല്ല പൊടി നമുക്ക് അല്ലെങ്കിൽ വളക്കടലൊക്കെ കിട്ടും ഇതിന്റെ പൊടി. ഈ പൊടിയാണ് ഇതിന്റെ കൂടെ ഇടുന്നത്. പിന്നെ കുറച്ച് സാഫ്. ഇനി ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്യണം, നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഈ കടലപ്പിണ്ണാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് ഫ്ലവർ ഉണ്ടാവും. പിന്നെ ഇത് കടലപ്പിണ്ണാക്ക് നമുക്ക് 5 ദിവസമൊക്കെ പുളിപ്പിച്ച് അതിന്റെ തെളി ഒഴിച്ചു കൊടുത്താലും മതി ഫ്ലവർ ഉണ്ടാകാനായിട്ട്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നടാൻ. ഇനി ഇതിനായിട്ട് ഒരു പോട്ട് എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിമന്റിന്റെ പോട്ടാണ്. ഇനി അതിലേക്ക് 1-2 പീസ് ഓട് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഈ ഹോളൊക്കെ അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴായാലും ഈ പോട്ട് മിക്സ് ഇടുമ്പം ഓടിന്റെ പീസ് വെച്ച് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കരിയില പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി. അടിയിൽ കരിയില ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഒരു ലെയർ മണ്ണിട്ട് കൊടുക്കുക. നമ്മളിത് നടുമ്പോൾ ഈ മണ്ണ് മുഴുവനായിട്ട് വെച്ച് കൊടുക്കല്, കുറച്ച് മണ്ണ് ഇളക്കി മാറ്റിയിട്ട് ഇതിൽ പോട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ സ്റ്റെം കട്ടിങ്സ് എടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ചെറിയ തണ്ടുകൾ മുറിച്ച് ഇതുപോലെ തന്നെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് നട്ടു നോക്കുക. ഇത് ഏകദേശം 1 മാസം കഴിയുന്നതോടുകൂടി നല്ല പോലെ വേര് ഉണ്ടാകും. ഏകദേശം ഒരു 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നിറയെ പൂക്കൾ വന്ന് ആ ഒരു പോട്ട് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഈ റോസ് വളർന്നു വരുന്നതാണ്.
നേരത്തെ റോസിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റോസ് വളരുന്നില്ല, മുരടിച്ച് നിൽക്കുകയാണ്, അതിൽ പൂമൊട്ടുകൾ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ അതിൽ പുഴുക്കൾ വന്ന് തിന്നുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മളൊരു നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് പൂമൊട്ടുകൾ കരിയാതിരിക്കാനും നല്ലപോലെ വളർന്നു വരാനും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ നോക്കിയാൽ മതി. ആ ഒരു വീഡിയോ കാണാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. നേരത്തെ കലാഞ്ചോയുടെ തന്നെ കോംബോ ഓഫേഴ്സിനെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുമാത്രമല്ല, ഇതിൽ ആന്തൂര്യത്തിൻ്റെയും അതുപോലെ റോസിൻ്റെ ഒക്കെ കോംബോ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഇത് ജിജി മാഡത്തിൻ്റെ കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ജിജി മാഡത്തിൻ്റെ വീട്. എഴുകോൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഞാൻ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് നേരിട്ട് പോയി വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എവിടെയാണെങ്കിലും കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. ചില സമയങ്ങളിൽ മാഡം എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ ലൈഫുണ്ട്. അപ്പം എപ്പം വിളിച്ചാലും സാധാരണ ചില സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് രാത്രി 2 മണിക്കും 4 മണിക്കും ഒക്കെ വിളിക്കാറുണ്ട്. അപ്പം ദയവേത് നിങ്ങൾ ഒരു സമയം വെച്ചിട്ട് ഒരു 8 മണിക്കൊക്കെ ആ ഒരു സമയത്തിനുള്ളിൽ രാത്രി വിളിക്കാൻ നോക്കുക. അതുപോലെ ചില സമയത്ത് അവർക്ക് അവരുടേതായ ചില പ്രശ്നങ്ങൾ കാരണം ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ തിരിച്ച് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇത് 10 മണി കളക്ഷൻസിൻ്റെ ഒരു കോംബോ ഓഫേഴ്സ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 30 വെറൈറ്റീസിലുള്ള 10 മണി കളക്ഷൻസ് 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്കിനിയും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.